ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള ഇറാൻ ഇസ്രായേലി അറ്റാക്കിൽ 4 രാജ്യങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ. അതുപോലെ ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ഏകദേശം 30-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് അതുപോലെ ന്യൂസസ് ഒക്കെ വരുന്നുണ്ട്. കൂടുതലും ഫേക്ക് ആയിരിക്കും, മറ്റു കുറച്ച് വെരിഫൈഡ് അല്ലാത്ത ഇൻഫോർമേഷൻസ് ആയിരിക്കും. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വെരിഫൈഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഇന്നലെ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്യുപ്പൈഡ് പ്ലേസസ് എന്ന്, അതായത് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്, ഇസ്രായേലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറീസിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇൻഫർമേഷൻസ് പ്രകാരം ഈസ്റ്റേൺ ജെറുസലേത്തിന് നേരെ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈസ്റ്റേൺ ജെറുസലേത്തിൽ നിന്നും എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ള സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം വെരിഫൈ ചെയ്തിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ഇറാൻ നടത്തിയിട്ടുള്ള പല അറ്റാക്കിങ്സും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്യുപ്പൈഡ് ടെറിട്ടറീസിലേക്കാണ്. അത് മാത്രമല്ല, ഈ ഒരു മിസൈലിൽ ഒന്ന് ഫെയിലിയർ ആയിട്ട് ജോർദാനിലേക്ക് പോയി വീണ്ടുമുണ്ട്. പക്ഷെങ്കിൽ അത് ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല, അതായത് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ജോർദാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമ്മൾ ട്രംപ് എന്ന ഒരു കളി കളിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് എണ്ണം വന്നിട്ട് പറഞ്ഞത് വെച്ചാൽ നെതന്യാഹു വിൽ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ആക്സെപ്റ്റ് ദ ഡീൽ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ട്രംപ് സേസ് ഹി വിൽ കോൾ നെതന്യാഹു ടു urge him not to retaliate against ഇറാൻ. ഇറാന് നേരെ പ്രതികാരം ചെയ്യരുത് എന്ന് ഞാൻ നെതന്യാഹുവിനെ വിളിച്ചു പറയുമെന്നാണ് ട്രംപ് എണ്ണം പറഞ്ഞത്. അത് മാത്രമല്ല, ട്രംപ് അതിനുശേഷം പറഞ്ഞു നെതന്യാഹു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്, അതായത് തിരിച്ചടിക്കില്ല എന്ന്. പക്ഷേ തിരിച്ചടിച്ചു. അതായത് ഇസ്രായേൽ carry out എയർ സ്ട്രൈക്ക് ഇൻ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇറാൻ. ഇറാന്റെ സെൻട്രൽ ഇറാനിലും അതുപോലെ ഈ വെസ്റ്റേൺ ഇതിലും എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അതായത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ അറ്റാക്സ് വന്നിട്ടുള്ളത് ടെഹ്റൈൻ, അതുപോലെ ടെബ്രീസ്, അതുപോലെ ഇസ്ഫഹാൻ എന്ന സ്ഥലങ്ങളിലാണ് അറ്റാക്കിംഗ് നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ല, അതായത് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ടെഹ്റൈൻ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതായത് ഈ ഇസ്രായേലിന്റെ അറ്റാക്കിംഗ് മൂലം ഒരു അപകടങ്ങളും ഇല്ല. 2 ഇടങ്ങളിൽ എക്സ്പ്ലോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ഡാമേജസ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ ഇസ്രായേലി ആർമി കൺഫേം ചെയ്തിട്ടുള്ളത് സ്ട്രൈക്ക് ഓൺ പെട്രോ കെമിക്കൽ പ്ലാന്റ്സ് ഇൻ ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ്സ് നേരെ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത്